ഓം ശാന്തി 24/9/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ എത്ര സമയം ബാബയുടെ ഓർമ്മയിലിരിക്കുന്നുവോ അത്രയും സമയം സമ്പാദ്യം തന്നെ സമ്പാദ്യമാണ്. ഓർമ്മയിലൂടെയാണ് നിങ്ങൾ ബാബയുടെ സമീപത്ത് എത്തിച്ചേരുന്നത്. ഈ ജ്ഞാനമാർഗത്തിൽ ഏറ്റവും മുഖ്യമായത് ഓർമ്മ തന്നെയാണ്. എത്രത്തോളം ഓർമ്മയിലിരിക്കുന്നുവോ അത്രയും ആത്മാവിന് ലാഭം തന്നെ ലാഭമാണ്. പലതരത്തിലാണ് ഓർമ്മ നമ്മളിൽ പ്രഭാവം ചെലുത്തുന്നത്. ഓർമ്മയിലൂടെയാണ് പാപം നശിക്കുന്നത്. പാപം നശിക്കുന്നതിലൂടെ നമ്മൾ സ്വച്ഛമായിക്കൊണ്ടിരിക്കുന്നു. ഇതിലൂടെ ആത്മാവ് ശക്തിശാലിയായി മാറുന്നു. മനസ്സാ സേവനം ചെയ്യുന്നതിന് യോഗ്യരായി തീരുന്നു. ഇങ്ങനെ ബാബയെ ഓർമ്മിച്ച് തന്നെയാണ് ബാബയുടെ സമീപത്ത് എത്തുന്നത്. സമീപത്തെത്തുക എന്നാൽ മാലയിലെ മണിയാകുന്നതിൽ ബാബയുടെ സമീപത്ത്, അതായത് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുന്നത്. ചോദ്യം: ഏതു കുട്ടികൾക്കാണോ ഓർമ്മയിലിരിക്കാൻ സാധിക്കാത്തത് അവർക്ക് ഏത് കാര്യത്തിൽ ലജ്ജ വരുന്നു? ഉത്തരം: തന്റെ ചാർട്ട് വയ്ക്കുന്നതിൽ അവർക്ക് ലജ്ജ വരുന്നു. മനസ്സിലാക്കുന്നു, സത്യം എഴുതിയാൽ ബാബ എന്ത് പറയും? എന്നാൽ കുട്ടികളുടെ മംഗളം തന്നെ ഇതിലാണ് സത്യമായ ചാർട്ട് എഴുതിക്കൊണ്ടിരിക്കുക. ചാർട്ട് എഴുതുന്നതിൽ വളരെ ലാഭമുണ്ട്. ബാബ പറയുന്നു, കുട്ടികളെ, ഇതിൽ ലജ്ജിക്കരുത്. ബാബയുടെ ഓർമ്മ നമ്മളിൽ കുറവാണ് എങ്കിൽ പലതരത്തിലുള്ള പ്രഭാവത്തിൽ പെടുന്നു. അതായത് വികാരങ്ങളുടെ പ്രഭാവത്തിൽ വരുന്നു. പ്രഭാവത്തിൽ വരുന്നതിലൂടെ അത് പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും വരുന്നു. ഇതിലൂടെ ശ്രീമത്തിന് വിരുദ്ധമായ കർമ്മം സംഭവിക്കുന്നു. അത് പിന്നെ ചാർട്ടിൽ എഴുതുന്നതിന് വല്ലാതെ ലജ്ജിക്കുന്നു. ചിന്തിക്കുന്നു, ഇത് ബാബയെ അറിയിച്ചാൽ ബാബ എന്നെക്കുറിച്ച് എന്ത് കരുതും എന്ന്. ഇതോർത്ത് ലജ്ജ വരുന്നു. എന്നാൽ കുട്ടികളോട് ബാബ പറയുകയാണ്, ഒരിക്കലും ചാർട്ടിൽ തെറ്റായിട്ടുള്ളത് എഴുതരുത്. എല്ലായ്പ്പോഴും മംഗളമുള്ളത് സത്യമായി കാര്യങ്ങൾ ബാബയോട് പറയുന്നതിൽ തന്നെയാണ്. കാരണം ബാബ എല്ലാം അറിയുന്നവനാണ്. ബാബയ്ക്ക് ആദ്യമേ തന്നെ അറിയാം എവിടെയാണ് തെറ്റ് പറ്റിയത് എന്ന്. അത് നാം ബാബയോട് തുറന്നു പറയുന്നതിലൂടെ ആ തെറ്റ് പകുതി മാപ്പാകുന്നു. മാത്രമല്ല, ചാർട്ട് എഴുതുന്നതിന് വളരെയധികം ലാഭമുണ്ട്. നമ്മൾക്ക് സ്വയവും ഒരു അവലോകനം ചെയ്യാൻ സാധിക്കുന്നു. അതിലൂടെ നമ്മളുടെയും ശ്രദ്ധ നമ്മളിൽ തന്നെ ഉണ്ടായിരിക്കും. അതിനാൽ ബാബ പറയുന്നു, കുട്ടികളെ, ചാർട്ട് എഴുതുന്നതിൽ ഒരിക്കലും ലജ്ജിക്കരുത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. 21 ജന്മങ്ങളിലേക്ക് പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കുന്നതിനായി ഡയറക്റ്റ് ഈശ്വരീയ സേവനത്തിൽ എല്ലാം സഫലമാക്കണം. ട്രസ്റ്റിയായി ശിവബാബയുടെ പേരിൽ സേവനം ചെയ്യണം. 2. ഓർമ്മയിൽ എത്ര സമയം ഇരിക്കുന്നുവോ അത്രയും സമയം ബുദ്ധി എവിടെയെല്ലാം പോയി എന്നത് ചെക്ക് ചെയ്യണം. തന്റെ സത്യമായ ചാർട്ട് വെക്കണം. നരനിൽ നിന്ന് നാരായണനാകുന്നതിന് ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, തന്റേതെല്ലാം ഡയറക്റ്റ് ഈശ്വരീയ സേവനത്തിൽ സഫലമാക്കണം. ഇതിലൂടെ ഓരോ ചുവടിലും പദമങ്ങളുടെ സമ്പാദ്യമാണ്. അതും 21 ജന്മത്തേക്കുള്ള സമ്പാദ്യമാണ്. ബാബയ്ക്ക് എല്ലാം തന്നെ നൽകി ട്രസ്റ്റിയായി ശിവബാബയുടെ സൂക്ഷിപ്പുകാരനായി സേവനം ചെയ്യണം. വീട്ടിലും കുടുംബത്തിലും തന്നെയാണ് നിൽക്കേണ്ടത്. എന്നാൽ എൻ്റേതായി ഒന്നുമില്ല, എല്ലാം ബാബയുടേതാണ് എന്ന ചിന്ത ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, എത്ര സമയം ബാബയെ ഓർമ്മിക്കാനിരിക്കുന്നുവോ
ആ സമയം ബുദ്ധി എവിടെയെല്ലാം പോയി എന്നത് ശ്രദ്ധിക്കണം. എവിടെ പോകുന്നുവോ അവിടെയെല്ലാം പെട്ടുകിടക്കുകയാണ്. എന്തുകൊണ്ട് അവിടെ പെട്ടുകിടക്കുന്നു എന്നതിൻ്റെ കാരണം മനസ്സിലാക്കി അതിനെ നിവാരണം ചെയ്ത് ബുദ്ധിയെ ഫ്രീ ആക്കണം. ഒപ്പം സത്യമായ ചാർട്ട് വയ്ക്കണം. എന്താണോ സംഭവിച്ചത്, എന്താണോ പറ്റിയത്, അത് സത്യസന്ധമായി ബാബയെ അറിയിക്കണം. നാം നരനിൽ നിന്ന് നാരായണനാവുകയാണ്. അതായത് സാധാരണ മനുഷ്യനിൽ നിന്നും ഏറ്റവും ഉയർന്ന ദേവതയാവുകയാണ്. ഇതിനായി ബാബയെ ഓർമ്മിക്കണം, സമ്പത്തിനെയും ഓർമ്മിക്കണം. വരദാനം: വിസ്മൃതിയുടെ ലോകത്തിൽ നിന്ന് മാറി സ്മൃതി സ്വരൂപരായി ഹീറോ പാർട്ട് അഭിനയിക്കുന്ന വിശേഷാത്മാവായി ഭവിക്കട്ടെ. ഈ സംഗമയുഗം സ്മൃതിയുടെ യുഗമാണ്. കലിയുഗം വിസ്മൃതിയുടെ യുഗമാണ്. നിങ്ങളെല്ലാവരും വിസ്മൃതിയുടെ ലോകത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആരാണോ സ്മൃതി സ്വരൂപം അവരാണ് ഹീറോ പാർട്ട് അഭിനയിക്കുന്ന വിശേഷ ആത്മാവ്. ഈ സമയം ഡബിൾ ഹീറോ ആണ്. ഒന്ന് വജ്രസമാനം വാല്യുബിൾ ആകുന്നു, രണ്ടാമത്തത് ഹീറോ പാർട്ട് ആണ്. ഈ ഒരു ഗീതം സദാ ഹൃദയത്തിലുണ്ടായിരിക്കണം. ആഹാ, എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യം എന്ന്. ഏതുപോലെ ദേഹത്തിൻ്റെ ജോലി ഓർമ്മയിലിരിക്കുന്നു, അതുപോലെ ഈ അവിനാശി കർത്തവ്യം അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ, ഞാൻ ശ്രേഷ്ഠാത്മാവാണ് എന്നത് ഓർമ്മയുണ്ടെങ്കിൽ അപ്പോൾ പറയും വിശേഷാത്മാവ് എന്ന്. ഞാൻ ആരാണ് എന്നത് ഓർമ്മയുണ്ടെങ്കിൽ നാം വിശേഷാത്മാവായി തീരുന്നു. വിശേഷാത്മാവെന്നാൽ ഡബിൾ ഹീറോ ആണ്. ഒന്ന് വജ്രസമാനം മൂല്യമുള്ളതാണ്, രണ്ടാമത്തേത് ഹീറോ പാർട്ട്ധാരിയാണ്. ഇങ്ങനെയുള്ള വിശേഷാത്മാവാകുന്നതിന് നാം എല്ലായ്പ്പോഴും സ്മൃതിയിൽ വയ്ക്കണം നമ്മൾ ശ്രേഷ്ഠാത്മാവാണ് എന്ന്. ഈ സംഗമയുഗമാണ് നാം സ്മൃതി സ്വരൂപമായി ഇരിക്കേണ്ടത്. ബാക്കി എല്ലാ യുഗങ്ങളും, പ്രത്യേകിച്ചും കലിയുഗം, വിസ്മൃതിയുടെ സമയമാണ്. നാം എല്ലാം തന്നെ മറക്കുന്നത് കലിയുഗത്തിലാണ്. എന്നാൽ എല്ലാം ഓർമ്മിക്കേണ്ടത് സംഗമയുഗത്തിലാണ്. അതിൽ പ്രത്യേകിച്ചും ഞാൻ ശ്രേഷ്ഠാത്മാവാണ് എന്നത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. സ്ലോഗൻ: ധൈര്യത്തിൻ്റെ ആദ്യ ചുവട് മുന്നോട്ട് വയ്ക്കൂ, എങ്കിൽ ബാബയുടെ സമ്പൂർണ്ണ സഹായം ലഭിക്കും. ഇത് നിയമമാണ് ബാബയിൽ നിന്ന് സഹായം എടുക്കുന്നതിന്. ബാബ വെറുതെ സഹായം ആർക്കും കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കണമായിരുന്നെങ്കിൽ മുഴുവൻ ലോകത്തിലുള്ളവർക്കും എല്ലായ്പ്പോഴും സഹായം കൊടുക്കണമായിരുന്നു. എന്നാൽ ബാബയിൽ നിന്ന് സഹായം ലഭ്യമാകുന്നതിന് നാം ധൈര്യത്തിൻ്റെ ഒരു ചുവട് തീർച്ചയായും വയ്ക്കണം. അപ്പോഴാണ് ബാബയിൽ നിന്ന് ആയിരങ്ങൾ ആയിരങ്ങൾ സഹായമായിട്ട് ലഭിക്കുന്നത്. ഓം ശാന്തി.